ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിൽ ഞാൻ 2 ചേരുവകൾ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാ പഴംപൊരി ഉണ്ടാക്കുന്നതിലും എന്താ പറയുക കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏത്തപ്പഴം ഞാനിവിടെ 3 പീസാക്കിയാണ് കട്ട് ചെയ്തേക്കുന്നത്. നമ്മൾക്ക് നൈസായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് നന്നായിട്ട് നമുക്ക് കിട്ടും പഴംപൊരി. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കുക കേട്ടോ. അതാണ് നമ്മുടെ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. പച്ചയൊക്കെ എടുത്ത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് മൈദ ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഏത്തപ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ കൂടുതലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെയ്യാണ് കേട്ടോ. അത് ഒരു 1-2 ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1.5 സ്പൂണോളം നല്ല ജീരകം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കളറ് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കണം കേട്ടോ. കാരണം നമ്മളിത് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസായിട്ട് പോകും. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇനി സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്നത് ചെറുപഴമാണ്. ചെറുപഴം എന്ന് പറഞ്ഞാൽ പാളയംകുടം പഴം എന്നൊക്കെ പറയും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സർ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതാണ് ആദ്യമേ നല്ല തിക്കിലെടുക്കണം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസായിട്ട് പോകും. ഇനി നമുക്കിതിലോട്ട് പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴം നന്നായിട്ട് കോട്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിക്ക് ബാറ്റർ ആവണം കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ നെയ്യ് ചേർക്കണ കാര്യം പറഞ്ഞല്ലോ. നെയ്യ് ഒന്നുകിൽ നിങ്ങൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ പഴംപൊരി ആ ഒരു നെയ്യും കൂടെ ഒഴിച്ച് ചെയ്യുമ്പോൾ. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പഴമൊക്കെ ചേർത്തിട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.